ഹലോ. എനിക്ക് സാധാരണ വരുന്ന എൻക്വയറീസ് കൂടുതലും ടീച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള എൻക്വയറീസ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ പോലെ ഒരു എൻക്വയറി വന്നു. അപ്പോൾ അതിനകത്ത് ചോദിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നും ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്നുമാണ് ആ കുട്ടി എന്നോട് ചോദിച്ചത്. ഐ തിങ്ക് ഷീ ഈസ് എ കോളേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ എൻ്റെ റീൽസും വ്ളോഗ്സും ഒക്കെ കാണുന്നവർക്ക് എന്തായാലും ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഷോപ്പിങ്ങിന് പോകുന്നതും പിന്നെ അതേപോലെ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പൊക്കെ പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതാണ്. പിന്നെ ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ ലൈഫിൽ കയറി മറ്റൊരാൾ ഡിസൈൻ ചെയ്യാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. മീൻസ് അൺനെസസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ തീരുമാനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നത് അതൊന്നും എനിക്കധികം ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ എനിക്കിഷ്ടമല്ലാത്ത കാര്യം ഞാനത് പ്രകടമാക്കുകയും ചെയ്യും. എന്നോട് അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയുകയോ ചോദിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ എനിക്കത് ഇഷ്ടമല്ല എന്നുള്ളത് ആ ചോദിച്ചവർക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് റിയാക്ട് ചെയ്യാറുമുണ്ട്. അതിൽ ഡിഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. കാരണം ഞാൻ മറ്റൊരാളുടെ ലൈഫിൽ കയറി ഒരു കാര്യങ്ങൾ ഞാൻ ആരുടെയും ലൈഫിൽ പേഴ്സണൽ കാര്യങ്ങളോ മറ്റൊരാളുടെ ലൈഫ് ഡിസൈൻ ചെയ്യാനോ ഒന്നും ഞാൻ പോകാറില്ല. ഒന്നും ഞാൻ ചോദിക്കാറില്ല ആരുടെയും. അപ്പോൾ അതേപോലെ തിരിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾക്കാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ. ഇപ്പോൾ എന്നെ തിരിച്ചാരും മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതേപോലെ അപ്പം ഞാൻ അതൊക്കെയുള്ളൂ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ. നമ്മുടെ ലൈഫിൽ കയറിയ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുക, നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ വരിക, അതൊന്നും എനിക്കധികം ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പണ്ടുള്ളവരൊന്നും എക്സ്പ്രസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴുള്ള ആൾക്കാരെല്ലാവരും ഓൾമോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.